Hi viewers, ഇന്ന് നമുക്കൊരു കിച്ചൺ ടിപ്പ് വീഡിയോ ആണ്. കുക്കിംഗ് സ്മെൽസ് വീട്ടിൽ നിന്ന് നമുക്ക് അകറ്റാനുള്ള സിമ്പിൾ ടിപ്സ്. മീൻ വറുക്കുമ്പോൾ അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് നമ്മുടെ വീട്ടിൽ ഒരുപാട് നേരം തങ്ങി നിൽക്കുന്നതാണ്. അത് വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും മീൻ വറുത്തതും നല്ല കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്നാലും അതിൻ്റെ ആ ഒരു മണം തങ്ങി നിൽക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നു. ടിപ്പ് നമ്പർ 1, നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മുടങ്ങാതെ ആ എണ്ണ തെറിച്ചതും കുക്കിങ്ങിൻ്റെ ഗ്രീസും ഒക്കെ തുടച്ച് കളയാൻ മറക്കാതെ ഇരിക്കണം. ഇത് ഇടയ്ക്കൊക്കെ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അടുപ്പിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ മാത്രം പോരാ, നമ്മുടെ കിച്ചൻ്റെ ബാക്ക് സ്പ്ലാഷ്, അത് ടൈൽസ്, അതുപോലെ ക്യാബിനറ്റ്സിൻ്റെ താഴെ ഒന്നും ഈ ഗ്രീസ് ബിൽഡപ്പ് ചെയ്യാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഗ്രീസ് കട്ടി കൂടുന്തോറും ആ ഒരു സ്മെല്ല് ഇങ്ങനെ കട്ടി കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ കിച്ചൺ ഒരിക്കലും ഫ്രഷ് ആയിട്ടിരിക്കില്ല. ഇതിനു വേണ്ടി ഏതെങ്കിലും മൾട്ടിപർപ്പസ് കിച്ചൺ ക്ലീനിങ് സ്പ്രേ ബ്ലീച്ച് ഉള്ളത് ഉപയോഗിച്ചാൽ എളുപ്പത്തിൽ കളയാൻ പറ്റിയതാണ്. ഇതുപോലെ കട്ടിയുള്ള മഞ്ഞ സ്പോട്ട്സ് നമ്മുടെ ഗ്രീസിൻ്റെ കട്ടി കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതിന് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ മാറ്റാവുന്നതാണ്. പിന്നെ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കണ്ണെത്താത്ത ഇടങ്ങളും കിച്ചൺ ക്യാബിനറ്റ്സിൻ്റെ അടിയിലത്തെ ഈ കോർണേഴ്സൊക്കെ നന്നായിട്ട് തുടയ്ക്കാൻ മറക്കാതെ ഇരിക്കണം. ഈ എണ്ണ തെറിക്കുന്നത് കൂടുതൽ കിച്ചൺ മുകളിലത്തെ ക്യാബിനറ്റ്സും ബാക്കിലെ ടൈൽസിലുമാണ്. ഇത് കൂടാതെ നമ്മുടെ സ്റ്റോവ് ടോപ്പിൻ്റെ ഗ്രില്ലും ഗ്രേറ്റ്സും അതുപോലെ ബേണേഴ്സും ഊരി എപ്പോഴും തുടച്ച് ക്ലീൻ ആക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കാരണം ഇവിടെ ഓയിലും ഗ്രീസും എപ്പോഴും തങ്ങി നിൽക്കുന്നതാണ്, പെട്ടെന്ന് കാണുകയില്ല. നിങ്ങളുടെ സ്റ്റോവിൻ്റെ മുകളിൽ കുക്കർ ഹുഡ് അല്ലെങ്കിൽ എക്സോസ്റ്റ് ഉള്ളതാണെങ്കിൽ അതും നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കാൻ മറക്കരുത്. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ മെറ്റൽ ഫിൽറ്റർ അഴിച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യണം. അതിൽ 1 കപ്പ് വിനെഗർ ഇട്ട ചൂടുവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലത്. രാത്രി സോക്ക് ചെയ്തിട്ട് അടുത്ത ദിവസം നമുക്കത് നന്നായി കഴുകിക്കളയാം. പിന്നെ ഊരി മാറ്റാൻ പറ്റാത്ത പാർട്സ് ഇതുപോലെ തന്നെ നമ്മുടെ ആ മൾട്ടിപർപ്പസ് സ്പ്രേ വെച്ച് തുടച്ചു കൊടുത്താൽ മതി. ടിപ്പ് നമ്പർ 2, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കഴിയണതും വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആ കുക്കിങ്ങിൻ്റെ സ്മെല്ല് വീട്ടിൽ തങ്ങി നിൽക്കില്ല. ഇപ്പോൾ പുറത്തൊക്കെ ജീവിക്കുന്നവർക്ക്, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ എപ്പോഴും പറ്റാത്ത കാര്യമായിരിക്കും. എന്നാലും കഴിയണതും വിൻഡോസും ഒക്കെ തുറന്നിട്ടിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നല്ല മീൻ വറുത്തതും നല്ല കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കളയാനുള്ള എൻ്റെ ഫേവറേറ്റ് മെത്തേഡ്, ഞാൻ ഒരുപാട് വർഷമായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇത് നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഒന്നില്ലെങ്കിൽ കോഫി ബീൻസ് കോഴ്സ് ഗ്രെയിനായിട്ട് അരച്ചെടുത്തത്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയാലും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതിനു വേണ്ടി ചെറിയൊരു പാൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അത് നന്നായി ചൂടാക്കാൻ അടുപ്പത്ത് വയ്ക്കുക. നന്നായി ചൂടായതിന് ശേഷം ഈ കോഫി ഗ്രെയിൻസ് അത് പാനിൻ്റെ ചുറ്റും ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു സ്റ്റീം വരും, നല്ല ചൂടുള്ള സ്റ്റീം. ഈ സ്റ്റീം ചുറ്റുള്ള ചീത്ത മണങ്ങളെ വലിച്ച് അബ്സോർബ് ചെയ്ത് കളയാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ല കോഫിയുടെ മണം നമ്മുടെ മുറിയിലൊക്കെ സ്പ്രെഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ചൂടുള്ള ചട്ടി കൊണ്ട് നമ്മൾ വീട് മുഴുവൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റീം എല്ലായിടത്തും സ്പ്രെഡ് ആവും, സ്മെൽസ് ഒക്കെ അബ്സോർബ് ചെയ്ത് മാറ്റി കിട്ടുന്നതാണ്. ചട്ടി ഒന്ന് ചെറുതായി ഇതുപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ ആ കോഫിയുടെ വെള്ളം ചൂടുള്ള ചട്ടിമോ മുട്ടുമോ സ്റ്റീം വന്നുകൊണ്ടേയിരിക്കും. ചട്ടിയുടെ ചൂട് പോയി കഴിയുമ്പോൾ നമുക്കിത് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. അടുപ്പത്ത് വെച്ച് ചൂടാക്കി ഈ കോഫി പൗഡർ ഇട്ട് വെള്ളം ചേർത്ത് ഇതുപോലെ തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഞാനിത് പലപ്പോഴും ചെയ്തപ്പോൾ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യം, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി തെറിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കോഫിയുടെ ആ സ്പ്ലാഷ് ഒന്ന് തെറിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കൗണ്ടേഴ്സുമിൽ ഈ വെള്ളം ഇട്ട ഉടനെ. ഇപ്പോൾ നമുക്ക് കാണാം കുറച്ചും കൂടി ശക്തിയിലാണ് അത് ഇങ്ങനെ തിളച്ച് വരുന്നത്. അപ്പോൾ
കൗണ്ടറുമിൽ കുറച്ച് തെറിച്ച് വരുന്നത് അപ്പം തന്നെ തുടച്ച് കളഞ്ഞാൽ മതി. ഇപ്പോൾ കൗണ്ടേഴ്സുമിലൊന്നും സ്റ്റെയിൻ വരില്ല. പക്ഷേ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുന്നത് ആ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാബ്രിക് ഐറ്റംസ്, നമ്മുടെ സോഫ, കുഷ്യൻസ്, കർട്ടൻസ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ അടുത്ത് ഒരുപാട് വെക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കോഫി സ്റ്റെയിൻസ് വരുന്നത് ഒഴിവാക്കാം. ടിപ്പ് നമ്പർ 4, മൈക്രോവേവ് ക്ലീനിങ്. നമ്മുടെ മൈക്രോവേവ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഫുഡ് റീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഫുഡ് ചൂടാവുമ്പോൾ ഉണ്ടാവുന്ന മണങ്ങൾ തങ്ങി നിൽക്കാൻ സാധ്യത കൂടുതലാണ് മൈക്രോവേവിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഗ്രീസും ഉണ്ടാവും. ഇത് ക്ലീൻ ആക്കാനുള്ള മെത്തേഡ്, ഒരു ചെറുനാരങ്ങയുടെ പകുതി 1 കപ്പ് വെള്ളത്തിൽ വെച്ചിട്ട് മൈക്രോവേവിൽ 2 മിനിറ്റോളം ഹൈ ഹീറ്റിൽ ചൂടാക്കണം. ഇതിനുശേഷം ഡോറ് തുറക്കാതെ മൈക്രോവേവ് 1 മിനിറ്റ് അടച്ചു വെക്കണം. അപ്പോൾ ഒരു സ്റ്റീം ബിൽഡപ്പ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഇനി നമുക്ക് തുറന്നിട്ട് ഈ കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. ഈ സൊല്യൂഷൻ വെച്ച് നമുക്ക് മൈക്രോവേവിൻ്റെ ഉൾഭാഗവും പുറം ഭാഗവും നന്നായിട്ട് തുടച്ചു കൊടുക്കുക. ഗ്രീസും ആ സ്മെൽസ് എല്ലാം പോയി കിട്ടും. ഇപ്പം നമ്മൾ മൈക്രോവേവിൻ്റെ ഉള്ളിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ബ്ലീച്ച് ഉള്ള സ്പ്രേസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഹാർഷ് കെമിക്കൽസ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഈ സൊല്യൂഷൻ വളരെ സേഫാണ്. നമ്മുടെ കൗണ്ടർ ടോപ്സും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും തുടക്കാൻ നല്ലതാണ്. ടിപ്പ് നമ്പർ 5, നമ്മൾ മീൻ നന്നാക്കുമ്പോൾ അതിൻ്റെ മണം നമ്മുടെ കയ്യിൽ ഒരുപാട് നേരം തങ്ങി നിൽക്കുന്നതാണ്. ഒരു പ്രാവശ്യം സോപ്പ് വെച്ച് കഴുകിയാലൊന്നും മാറുന്നതല്ല. ഇതിനു വേണ്ടി ഏറ്റവും നല്ലൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് ആ മണം അകറ്റിക്കളയാൻ. നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ ആ അരി വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ഈ അരി നന്നായിട്ട് തിരുമ്പി കൊടുക്കാം. ഇതുപോലെ ഈ നന്നായി സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ കൈമിൽ ഈ അരിയുടെ ഒരു കോട്ടിങ്ങും വരും. നമ്മുടെ ആ കൈമിലത്തെ മീനിൻ്റെ മണം നന്നായി മാറിക്കിട്ടുന്നതാണ്. കുറച്ച് നേരം സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം കളയാം. എന്നിട്ട് അരി സാധാരണ ചോറ് കുക്ക് ചെയ്യണ പോലെ തന്നെ കുക്ക് ചെയ്യാം. നമ്മുടെ കൈ ഒന്നും കൂടി സോപ്പിട്ട് കഴുകാം. മണം മുഴുവൻ പോകുന്നതായിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ ചുമന്നരി വെച്ചിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഫിഷിൻ്റെ സ്മെല്ല് പോകും. ടിപ്പ് നമ്പർ 6, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചോപ്പിംഗ് ബോർഡ് അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡ് മരത്തിൻ്റെതായാലും പ്ലാസ്റ്റിക്കിൻ്റെതായാലും സവാള അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ അരിയുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് ആ ബോർഡുമിൽ തങ്ങി നിൽക്കും. ഇതിനു വേണ്ടി നമ്മൾ നാരങ്ങ യൂസ് ചെയ്ത നാരങ്ങ ഒക്കെ അതിൻ്റെ പകുതി മാറ്റി വെച്ചിട്ട് നമ്മുടെ ചോപ്പിംഗ് ബോർഡിൽ നന്നായിട്ട് ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. കൂടെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത് നന്നായി സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് കഴുകി കൊടുക്കാം. ഇത് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചോപ്പിംഗ് ബോർഡ്സിൻ്റെ സ്മെല്ല് ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ കിച്ചണിൽ സ്മെല്ലൊന്നും തങ്ങി നിൽക്കാണ്ടിരിക്കാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ കുറച്ച് മെത്തഡ്സാണ്. ഇത് എപ്പോഴും വർക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഇതിൽ ചില മെത്തഡ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.